നമസ്കാരം. കാലാകാലങ്ങളായിട്ട് ലീഗുകാർക്കും ഇവിടുത്തെ പാണക്കാടന്മാർക്കുമൊക്കെ മനസ്സിലൊരു പൂതി നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളെ ശശികല ടീച്ചർ അവർ RV ബാബുവിനേക്കും പിടിച്ചൊന്ന് ജയിലിലിടണം. ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പം അതിൻ്റെ സമയമാണ് എന്നാണ് അവർ കരുതുന്നത്. കാരണം പൂക്കി മേനോൻ ആണല്ലോ ഭരിക്കുന്നത്. ഇപ്പം കേസ് വന്നിരിക്കുകയാണ്. ഇപ്പം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ടാകണം. അതാണല്ലോ പൂക്കി മേനോൻ. ഏതായാലും ശശികല ടീച്ചറുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അതിൽ പറയുന്നതാണ്, RV ബാബു പേടിച്ച് വിറച്ച് ആളെ കാണാനില്ല എന്നാണ് പറയുന്നത്. അപ്രത്യക്ഷനായി. ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഹിന്ദു ദിനപത്രത്തിൽ ഇൻ്റർവ്യൂ ആയി കൊടുത്ത പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരും ഇതുവരെ കേസെടുത്തിട്ടില്ല കേട്ടോ. കോഴിക്കോട് വിമാനത്താവളമാണ്. അത് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതിന് മലദ്വാര സ്വർണം എന്നോ മറ്റേ പറയുക. മലദ്വാർ ജ്വല്ലേഴ്സ് എന്നോ മറ്റേ പറയുക. ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട് ഇതുപോലെ ശിവലിംഗത്തിലേക്ക് ആർത്തവ രക്തമൊഴുക്കുന്ന ലോട്ടറി ടിക്കറ്റ് അടിച്ചിറക്കിയ ആളുകൾക്കെതിരെ കേസ് കൊടുത്തിട്ട് ആ കേസും അവിടെ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ വധിച്ചത് RSSകാരനാണെന്ന് കള്ളം പറഞ്ഞ് മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. അതും ഇതുപോലെ തന്നെ അതും പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ വധിച്ചത് RSSകാരനാണെന്ന് ഇവിടെ അതിന് സമാന പരാമർശം നടത്തിയിട്ടുള്ള CPIയുടെ ആനി രാജയുണ്ട്. നിരവധി കേസുകളാണ് വാസ്തവത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. ഒരു പാസ്റ്റർ ബിനു ഉണ്ട്, വാഴമുട്ടം ഉപദേശിയാണ്. നിരവധി കേസുകൾ പത്തനംതിട്ട പോലീസിൽ ഈ അടുത്ത കാലത്ത് ഒരാഴ്ച മുമ്പ് വരെ അവിടെ പോലീസ് കൊടുത്തിട്ടുണ്ട്. നാട്ടുകാർ കൂടി അയാളെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. പക്ഷെ പോലീസ് അനങ്ങിയിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം മറച്ചു പിടിച്ച് വിവേകാനന്ദ സ്വാമികൾ യോഗി ആദിത്യനാഥിനെ ചവിട്ടുന്ന വടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഭാരതത്തിൽ. ആളുകളെ പിടിച്ചിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ മോശമാക്കുന്ന പരസ്യം ചെയ്ത ഹോട്ടൽ സ്ഥാപന ഉടമകൾക്കെതിരെയും കേസില്ല. ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് ഹെൽമറ്റ് വയ്ക്കാതെ വന്ന മുൻ മന്ത്രി, അയാൾക്കെതിരെയും കേസില്ല. ഇപ്പം ഞങ്ങളുടെ എന്തായാലും പറയും, അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കാണ് വന്നത്. പഴയ മന്ത്രിയാണ് അങ്ങനെ. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ എടുത്തു കാട്ടാം. പക്ഷേ RV ബാബു എന്ന ഹിന്ദു ഐക്യവേദിയുടെ ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തൊരു വേഗതയിലാണ് എഫും ഐയും ആറും ഇടുന്നത്. അത് ആരുടെ പരാതിയിലാണ്? PDP നേതാവ് പരാതി കൊടുത്ത സമയത്ത് അതിൻ്റെ വേഗത, ആ പരാതി എടുക്കുന്നതിൻ്റെയും കേസ് കൊടുക്കുന്നതിൻ്റെയും FIR ഇടുന്നതിൻ്റെയും വേഗത മറ്റേ റോക്കറ്റിൻ്റെ വേഗതയാണ്. ഇങ്ങനെ FIR ഇട്ടു എന്ന കാരണത്താലൊക്കെ പേടിച്ച് വീട്ടിലിരിക്കുന്ന വ്യക്തികൾ ഒന്നുമല്ല ഹൈന്ദവ നേതൃത്വത്തിലുള്ളത്. എന്താണ് ഇപ്പോൾ ഇവർക്കെതിരെയുള്ള കേസ്? ഒരു മാഷ്, അയാളുടെ പേര് രാമപ്രസാദ് എന്നാണ്, ഉണ്ടായ സംഭവമാണ് കേട്ടോ. അയാൾ പ്രൈമറി സ്കൂളിലെ മാഷാണ്. വീട്ടിൽ വരുമ്പോഴും സ്കൂളിൽ വരുമ്പോഴും അയാൾ ചിലപ്പോൾ തുള്ളി അടിക്കും, ചിലപ്പോൾ കഞ്ചാവും വലിക്കും. ഒരു ദിവസം ഒരു കുട്ടിയോട് ചോദ്യം ചോദിച്ചു, സൂര്യൻ എവിടെയാണാടാ ഉദിക്കുന്നത് പറയാൻ പറഞ്ഞിട്ട് ക്ലാസ്സിൽ. കുട്ടി പറഞ്ഞു സൂര്യൻ കിഴക്കാണ് ഉദിക്കുക എന്ന്. ഇയാൾ തലഞ്ഞിരിഞ്ഞിരിക്കുകയാണ്. ഇയാളെ എന്തോ കേട്ടു. കുട്ടിക്ക് 2 അടി വെച്ച് കൊടുത്തു. തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞതിന്.
ഇയാൾ തെറ്റായിട്ട് കേട്ടതാണ്, ശരിയായിട്ടാണ് കുട്ടി ഉത്തരം പറഞ്ഞത്. പലപ്പോഴും അങ്ങനെയാണ്. ശരികൾ വിളിച്ചു പറഞ്ഞാൽ ഗലീലിയോ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്, ഐസക് ന്യൂട്ടനുണ്ടായിട്ടുണ്ട്. ശരികൾ വിളിച്ചു പറയുന്നവരെ തച്ചുകൊല്ലുന്ന ഒരു ഏർപ്പാട് അതങ്ങനെ ഒരു കാലഘട്ടത്തിലുണ്ട്. പഴയ മാർപ്പാപ്പന്മാർ ചെയ്ത തെറ്റുകൾ, ശാസ്ത്രജ്ഞന്മാർക്കെതിരെ ചെയ്ത തെറ്റുകൾ, ഭൂമിയാണ് സെൻട്രലൈസ്ഡ് പവർ സിസ്റ്റം, സൂര്യനും നക്ഷത്രങ്ങളും ഭൂമിക്ക് ചുറ്റും കിടന്ന് കറങ്ങിയാണെന്ന് പറഞ്ഞ പഴയ സങ്കല്പങ്ങൾ അതിനെ തിരുത്തിയിട്ട് സൂര്യനാണ് ഭൂമിയുടെ സെൻട്രലൈസ്ഡ് പവർ സിസ്റ്റം എന്ന് പറഞ്ഞവരെ കൊന്നിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വരുന്ന മാർപ്പാപ്പന്മാരതിന് മാപ്പ് പറഞ്ഞ് അവിടെ അവരൊക്കെ പോയിട്ടുണ്ടാവും. അവരൊക്കെ ചുട്ടു കൊന്നിട്ടുണ്ട്, അടിച്ചു കൊന്നിട്ടുണ്ട്, തലവെട്ടി കൊന്നിട്ടുണ്ട്. അവരനുഭവിക്കേണ്ട അനുഭവിച്ചു. ഇവിടെ പറഞ്ഞു വരുന്നത് അതുപോലെ ഒരു സത്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ആർ വി ബാബു ഒരു സത്യം പറഞ്ഞു, അതാണ്. ടീച്ചറും ഒരു സത്യം പറഞ്ഞു, അതാണ്. ഇപ്പോൾ അവരെ ഉടനെ തന്നെ ജയിലിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ FIR ഒക്കെ ഇട്ടിട്ട് ലഹളികയായിട്ട് നടക്കുന്നത്. എന്താണ് ഇവർ പറഞ്ഞ മറ്റേ സത്യം? കേരളത്തിൽ ഇപ്പോൾ തൂഫാൻ നടക്കുകയാണ്. മറ്റേ എന്താ രമേശ് ചെന്നിത്തലയുടെ വക തൂഫാൻ ഉത്സവം നടക്കുകയാണ്. ഈ തൂഫാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലഹരി കള്ളക്കടത്തിനെ പരിപൂർണമായിട്ട് മുച്ചൂടും മുറിച്ച് കളയുക, മൂലാധാരം തന്നെ ചെത്തിക്കളയുക എന്നുള്ള പ്രഖ്യാപനത്തിലൂടെയാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെവിടേക്കാണ് ചെല്ലേണ്ടത്? എവിടെയാണോ ഇതിൻ്റെ സ്രോതസ്സ്, ആ സ്രോതസ്സിനെ കണ്ടെത്തിയിട്ട് അവിടെയല്ലേ അനിഹിലേഷൻ നടത്തേണ്ടത്. ഇവിടുത്തെ സ്രോതസ്സ് ആർക്കെങ്കിലും സംശയമുണ്ടോ? കേരളത്തിലെ ലഹരി കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്, മലദ്വാരം കൊള്ളക്കടത്ത്, എല്ലാ കള്ളക്കടത്തുകളും എല്ലാ കൊള്ളക്കൊടുക്കുകളും എല്ലാം തന്നെ ഒരുത്തൻ പാകിസ്ഥാനിലിരിക്കേണ്ടത് ദാവൂദ് ഇബ്രാഹിം, അഫ്ഗാനിസ്ഥാൻ അതുപോലെ പാകിസ്ഥാൻ ആ വഴിയിൽ കൂടെ കള്ളക്കടത്തൊന്നുമില്ല, കടത്തേ ഉള്ളൂ. അവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണവുമില്ല, ഒന്നുമില്ല അവിടെ. അതുകൊണ്ട് അവിടെ എന്തും ചെയ്യാം, ഉള്ളത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അവിടെ നിന്നൊക്കെയാണ് വരവ്. ഇതേപോലെ ദുബായ്, അബുദാബിക്കും കേന്ദ്രീകരിച്ച് അവിടെ നിന്നുള്ള കടത്തുകൾ. ഈ കടത്തുകളിൽ ഒരു നായരെയോ ഒരു മേനോനെയോ ഒരു ഇഴവനെയോ ഒരു പറയനെയോ ഒരു പുലയനെയോ ഒരു നമ്പൂതിരിയോ ആരും പിടിച്ചിട്ടില്ല എന്നവരെ. പിടിച്ചിട്ടുള്ളത് മുഴുവൻ ഈ സാധനങ്ങളെയാണ് മുഴുവൻ പിടിച്ചിട്ടുള്ളത്. അതൊന്ന് വിളിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ. മാത്രമല്ല രമേശ് ചെന്നിത്തല അവർകൾ, ബഹുമാനപ്പെട്ട മന്ത്രി രമേശ് ചെന്നിത്തല അവർകൾ ഇതിൻ്റെ മൂലാധാരം തേടിപ്പോയത് എവിടേക്കാണെന്ന് അറിയാമോ? ആദ്യം പോയത് ആ രോമക്കച്ചവടക്കാരൻ്റെ അടുത്തേക്ക്, അബൂബക്കറിൻ്റെ അടുത്തേക്ക്. അവൻ്റെ അടുത്ത് പോയിട്ട് അവനൊരു മുദ്ര പതിപ്പിച്ച് കൊടുത്തു ആദ്യം. ഇവരൊക്കെയാണ് ഇതിൻ്റെ വക്താക്കൾ. അവിടെയാണല്ലോ ആദ്യം ചെല്ലേണ്ടതും അവിടെയാണല്ലോ. അതുപോലെ തന്നെ രണ്ടാമത് പോയിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തേക്ക്, അവിടെ ചെന്ന് അവർക്കും ഒരു മുദ്ര പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ രമേശ് ചെന്നിത്തല ബുദ്ധിപൂർവം ട്രോളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. തൂഫാൻ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം, തൂഫാൻ്റെ തായ് വേര്, അതിൻ്റെ സ്രോതസ്, അതിൻ്റെ സോഴ്സ്, അതിനെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതുതന്നെയാണ് ചെയ്തത്. ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്താണ് പോയത്. ഇന്ന് കേരളത്തിലെ തൂഫാൻ പ്രശ്നം സക്സസ് ആവണമെങ്കിൽ, ഇവിടുത്തെ ലഹരി കള്ളക്കടത്തും കാര്യങ്ങളും സക്സസ് ആകണമെങ്കിൽ, ഇവിടെയുള്ള മുസ്ലിം പിള്ളേരെ അവരുടെ വഴിക്ക് കയറൂരി വിടുന്ന ആ ഒരു രീതി ഇവിടെയുള്ള മുസ്ലിം പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന അതിൻ്റെ നേതാക്കന്മാർ അവർ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് സ്വർണം കള്ളക്കടത്ത് അവിടെ നിന്ന് വരുമ്പോൾ പിടിക്കാൻ ഒരു കൂട്ടം പോലീസുകാരെ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ട് നിർത്തിയിരുന്നു. ഈ സ്ഥാനം അധികാരം കിട്ടിയിട്ട് 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആദ്യം അവരെയാണ് മാറ്റിയത്. സ്വർണ്ണ കള്ളക്കടത്ത്, ലഹരി കള്ളക്കടത്ത് പിടിക്കാൻ അവിടെ നിർത്തിയ സ്പെഷ്യൽ പോലീസുകാരെ പരസ്യമായിട്ട് ആദ്യം അവരെയാണ് മാറ്റിയത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നിന്നുള്ള ഒഴുക്ക് ഇവിടെ വരുമ്പോൾ ഒരു തടസ്സവും കൂടാതെ കേരളത്തിലേക്ക് ഒഴുകി വരാൻ വേണ്ടിയിട്ട്. ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്രോതസ്സ് എല്ലാവർക്കും അറിയാം, മുസ്ലിം പിള്ളേരാണ്.
അവർ മാത്രമാണ് അവരോട് വരുന്നു, ഈ സാധനം കൊടുക്കുന്ന സമയത്ത് ഈ ആരോ പറഞ്ഞ പോലെ, തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ ആ ചൊല്ലി ഓർക്കുന്നില്ല, 10 എണ്ണത്തിൽ വെട്ടിയിരുന്നാൽ ഒന്നിൽ ഇതേമാതിരി അതിന് അനുയോജ്യമായൊരു വാക്കുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. 10 പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രാവശ്യമൊക്കെ തോറ്റു വരും. നമ്മളുടെ താൻ പോയി കേസ് കൊടുക്കുന്ന സിനിമയിൽ അതിൽ കഞ്ചാവ് വിൽപ്പനക്കാരൻ, പാല് വിൽപ്പനക്കാരനാണ് ശരിക്കും അവൻ, അതിന് സൂത്രത്തിൽ കഞ്ചാവ് വിൽപ്പനയുണ്ട്. അപ്പോൾ അവൻ ഇതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിൽ വന്ന് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഇതൊക്കെ പാല് വിൽപ്പന നടത്തി എനിക്കൊരു മാസം 15,000 രൂപ കിട്ടും, അവിടെ എന്താവാനാ? ഇതാണെങ്കിൽ നമ്മൾ നടത്തുമ്പോൾ ഒരു 19 നടത്തി കഴിഞ്ഞാൽ 1-2 പോലീസ് പിടിക്കും. അവർക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാലും അവർക്ക് ലഞ്ചം കൊടുത്താലും ബാക്കിയുള്ള പൈസ നമ്മുടെ കയ്യിലിരിക്കുമല്ലോ, അപ്പോഴും കിട്ടുമല്ലോ മാസം 1-2 ലക്ഷം രൂപ പരസ്യമായിട്ട് കോടതിയിൽ. അത് നമ്മുടെ സിനിമയിൽ കാണാൻ പറ്റും. ശരിയാണത്. അതുപോലെ തന്നെ ഇവിടെ ഈ കള്ളക്കടത്ത് ഏട്ടയ്ക്ക് പിടിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ പിടിക്കും. എന്നിട്ട് അവിടെ നിന്ന് തോണ്ടിയെടുക്കും, അത് കേസെടുക്കും. കേസെടുത്താൽ പിഴ കെട്ടണം. പിഴ കെട്ടിയാൽ 30 ദിവസം തികച്ച് ജയിലിൽ കിടക്കേണ്ട, അപ്പോഴേ എടുത്തു കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ജാമ്യം ഇപ്പോൾ ഇവിടെ വെറും വിലയ്ക്ക് കൊടുക്കുന്നൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എല്ലാത്തിനും ജാമ്യമാണ്. ഏത് കൂട്ടക്കൊലപാതകം ജാമ്യം വേണോ ജാമ്യം, ചാണകവരടി വിൽക്കാൻ നടക്കുക. അപ്പോൾ പിള്ളേർക്ക് യാതൊരു പേടിയുമില്ല. ആയതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി വളരെ കൃത്യമായിട്ട് നടക്കുകയാണ്. 10 പ്രാവശ്യം കടത്തിക്കഴിഞ്ഞാൽ 11-ാമത്തെ മാസം പിടിക്കൽ നാടകം നടക്കും. വീണ്ടും 10 പ്രാവശ്യം നടത്തും. ഇതുകൊണ്ട് നടക്കുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു കാര്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തും മറ്റേ രോമക്കച്ചവടക്കാരൻ്റെ അടുത്തും പോയത് വെറുതെ അല്ല, നന്നായി എന്നും പറഞ്ഞപ്പോൾ അത് ഇവർക്ക് ഏറ്റു. RV ബാബുവും അതുപോലെ ശശികല ടീച്ചർ അത് പറഞ്ഞു. അവിടെ തന്നെയാണ് പോകേണ്ടത്. സുകുമാരൻ നായരുടെ അടുത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ? സുകുമാരൻ നായരുടെ അടുത്ത് പോയി സുകുമാരൻ നായർ നായന്മാരോട് മാത്രമേ പറയാ നിങ്ങൾ ലഹരി കടത്തരുത് എന്ന്. സുകുമാരൻ നായരുടെ തലമുക്ക് കിഴക്കും. ഒരു കാരണം ഇവിടെ ഏത് നായര ലഹരി കടത്തുന്നത്? അല്ലെങ്കിൽ ഏത് ഈഴവനാണ് ഇവിടെ ലഹരി കടത്തുന്നത്? വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ആയതുകൊണ്ട് രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയിട്ടില്ല, സുകുമാരൻ നായരുടെ അടുത്ത് പോയിട്ടില്ല. പോയത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തും രോമക്കച്ചവടക്കാരൻ്റെ അടുത്തും പാണക്കാടൻ്റെ അടുത്തോ പോയത്. കാരണം എന്താണ്? അവിടെ നിന്നാണ് ഈ സാധനം സ്പ്രെഡായിട്ട് വരുന്നത്. അവരുടെ ഒത്താശയിന്മേലാണ് ഈ പിള്ളേർ മുഴുവൻ അവിടെ നിന്ന്. ഇതിവിടെ നിന്ന് മാത്രമല്ല, മറ്റേ എറണാകുളത്തുണ്ടാക്കുന്ന സാധനം തൃശ്ശൂർ കൊണ്ട് വിൽക്കുന്ന ഏർപ്പാടല്ല. അബുദാബിയിൽ നിന്നും അതുപോലെ തന്നെ സൗദിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റേ ദുബായിൽ നിന്നൊക്കെ വേണം ഈ സാധനം വരാൻ, MDMA പോലുള്ള സാധനങ്ങൾ വരാൻ. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അതിനെ 4 കൈയും നീട്ടി ഏഹി സ്വാഗതം വെൽക്കം എന്നൊക്കെയും പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി, ഇവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകളുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവർ കാരിയറുകളാണ്, അത് ചുമട്ടുകാർ. അവരോട് കൊണ്ടെത്തിക്കഴിഞ്ഞാൽ ഇത്ര കിലോ MDMA കൊണ്ടുവന്നാൽ അവർക്ക് ഇത്ര രൂപ അതിന് പൊക്കോളാൻ പറയും. പിടിച്ചാലോ അവർ ജാമ്യത്തിലെടുക്കാനും അവരെ കേസ് നടത്താനും എല്ലാ കാര്യത്തിനും ഇവിടെ പ്രബലരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതാരാണ്? അതാണ് ഈ പറഞ്ഞ ആൾക്കാർ. ആ ഒരു കാര്യം അവരവിടെ രമേശ് ചെന്നിത്തല അവിടെ പോയപ്പോൾ രമേശ് ചെന്നിത്തല അവർകളെ, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, നിങ്ങൾ ശരിയായ പാതയിലാണ്. എവിടെയാണ് ഈ കള്ളക്കടത്തിൻ്റെ സ്രോതസ്? അവിടെ തന്നെയാണ് നിങ്ങൾ കയറി പിടിച്ചിട്ടുള്ളത്. ബലേ ബേഷ്, ഇത്രയേ പറഞ്ഞുള്ളൂ. ഈ കാര്യം വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. അപ്പം എന്തായി? കടിയായി ചൊറിയായി. ദേവണു കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പം തന്നെ ഓടുക. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലുണ്ടായ സംഭവം ഞാൻ പറയുന്നത്. അവിടെ ഒരു പോലീസ് വണ്ടി ഓടിക്കേറി വന്നു. അപ്പോൾ ഓടിക്കേറി വരാനുള്ള കാരണം അവർ കുറേ കോൺസ്റ്റബിൾമാരെ കൊണ്ടുവന്ന്, ഒരാൾ ഇവിടെ പോസ്റ്റ് ചെയ്യും, ഒരാൾ അപ്പുറത്ത് പോസ്റ്റ് ചെയ്യും, ഒരാളെ വെളിയൊരു പോസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടായി കൊണ്ടുവരുന്നത്. അവിടെ ഉള്ള ആൾക്കാർ തിരിച്ചു കൊണ്ടുപോകണം. ഈ പോലീസ് ജീപ്പ് KSRTC ബസ് സ്റ്റാൻഡിൽ കയറി വന്നോണ്ട് ഒരുത്തരുടെ ഒറ്റ ഓട്ടം. പോലീസുകാർ ചിരിക്കുക. നോക്കിയപ്പോൾ എന്താ? അവനൊരു കള്ളനാണ്. അപ്പോൾ അവർക്കാണ് വിറവുള്ളത്. അവർക്കാണ് മറ്റെന്തായാലും പറയാം മുട്ടുകാരിട്ട് ഇടിക്കുന്നത്. മർക്കൻഡൈൽ ബാങ്ക് കൊള്ള പിടിച്ചത് അടിമാലിൽ വെച്ച് പിടിച്ചത്. അത് പിടിക്കാതെ തെളിയാതെ പോയ കേസാണ്. അവിടെ ഗ്യാസ് കുറ്റി കളവ് പോയിരുന്നൊരു ഹോട്ടലിൽ, അവിടെ ഈ മർക്കൻഡൈൽ ബാങ്കിൽ കൊള്ള നടത്താൻ കൂട്ടുനിന്നൊരു ചില പയ്യൻ അവിടെ ഹോട്ടലിൽ ചായ കുടിക്കുന്ന സമയത്താണ് പോലീസുകാർ വന്ന് എന്തിനാണ്? ഗ്യാസിൻ്റെ കാര്യം അന്വേഷിക്കാൻ, കളവ് പോയ ഗ്യാസിൻ്റെ കാര്യം അന്വേഷിക്കാൻ ഓടിക്കറി വന്നോടനെ ഈ ചെക്കൻ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, സാറേ ഞാനുണ്ടായിരുന്നു മർക്കൻഡൈൽ ബാങ്ക് കൊള്ളയടിക്കാൻ എന്ന്. അവരകന്തിച്ചു പോയി. അങ്ങനെയാണ് അത് ആ കേസ് പിടിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ MDMA മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ സ്രോതസ്
ഈ പറയുന്ന മുസ്ലിം പിള്ളേരാണെന്നും അതിനൊത്താശ ചെയ്യുന്നത് അതിൻ്റെ നേതാക്കന്മാരാണെന്നും മനസ്സിലാക്കിയിട്ടാണ് രമേശ് ചെന്നിത്തല ഇവന്മാരുടെ വീട്ടിലേക്ക് പോയത്. ആയതുകൊണ്ട് രമേശ് ചെന്നിത്തല ശരിയായിട്ടുള്ള പാതയിലാണ്. ഇത്ര മാത്രമാണ് ഇവിടെ RV ബാബു അല്ലെങ്കിൽ ശശികല ടീച്ചറേയും പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. എത്ര വലിയ വലിയ കേസുകൾ ഇവിടെയുണ്ട്, കുറ്റകൃത്യങ്ങളുണ്ട്. ഇതൊന്നും ഇവിടെ കേസുകളല്ല കേട്ടോ. ഇവരെ പിടിക്കണം. കാരണം ഇവർ പലപ്പോഴും വരെ വാക്കുകൾ അവർക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട്, കടിയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരെ പിടിച്ച് ജയിലിലിടണം. ജയിലിലിട്ട് കഴിഞ്ഞാൽ ഇവർ കൊലപാതകമൊന്നും നടത്തിയിട്ടൊന്നുമില്ലല്ലോ. ഇവർ ഈ പറഞ്ഞ പോലെ ഇവ മുസ്ലിം നേതാക്കന്മാർ നടത്തുന്ന MDMA വിതരണത്തിന് ഇവർ പങ്കാളികളൊന്നും അല്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസ് എൻ്റെ അഭിപ്രായത്തിൽ കൊട്ടക്കണം. ഇവരുടെ പൂതി ഒന്ന് തീരട്ടെ. ഒരു കാര്യം ഒരു മനസ്സിലാക്കണം, കേരളത്തിനകത്തല്ല ഇന്ത്യ കേട്ടോ, ഹിന്ദുസ്ഥാനത്തിനകത്ത്, ഭാരതത്തിനകത്താണ് കേരളം. കേരളത്തിനകത്താണ് ഈ കോഴിക്കോടും മലപ്പുറവും. അവിടെ കിടന്നിട്ടാണ് ഈ കുനിയന്മാർ ഈ മഹാഗോപുരത്തെ കുത്താൻ നോക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, എങ്ങനെയും ശശികല ടീച്ചറെ 10 ദിവസം ജയിലിൽ പിടിച്ചിടും. അതുപോലെ RV ബാബുവിനെ 10 ദിവസം ജയിലിൽ പിടിച്ചിടും. എന്നിട്ടൊന്ന് നോക്കിക്കാണ് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ആയതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുണ്ട്, ശശികല ടീച്ചറും RV ബാബുവും ഈ PDPക്കാർക്ക് വേണ്ടിയിട്ട് പൂക്കി മേനോൻ അവരെ വിലങ്ങ് വെച്ച് ജയിലിൽ കൊണ്ടിട്ടു. ആ വാർത്തയൊന്ന് കേൾക്കാൻ സത്യം പറഞ്ഞാൽ ഞാനും കൊതിക്കുന്നുണ്ട്. നടക്കട്ടെ, ഇങ്ങനെ വേണം കാര്യങ്ങൾ. കേരളം ജിഹാദി കേരളമാകുന്നു. അതാണ് സംഭവം. കേരളത്തിലെ ഹിന്ദു ഉണരുകയാണ്, യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഹിന്ദു ഉണരുകയാണ്.